മഴക്കാലം ആരംഭിക്കുകയാണ് കേട്ടോ. അങ്ങനെ AC ഒക്കെ ഓഫാക്കിയിട്ടാണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത്. രാത്രിയില് ആദർശം പോയിട്ട് ജനല് തുറന്നിട്ട് നല്ല നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് എന്ന് നയനോട് പറയണം. നയന പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ പിന്നെ AC ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനും നന്ദവും കൂടി ജനലിങ്ങനെ തുറന്നിട്ടിട്ടാ മിക്കവാറും കിടക്കാറ്. ഫാനുണ്ട് എങ്കിലും നല്ല ചൂടായിരിക്കും. ഇങ്ങനെ ജനൽ തുറന്നിടുമ്പം കാണാൻ നല്ല ഭംഗിയല്ലേ, പ്രത്യേക ഒരു കുളിർമയാ. പിന്നെ എനിക്ക് ചില സമയത്ത് നല്ല പേടി വരും, വല്ല പാമ്പോ വല്ലതും വന്നാലെന്ന്. നന്ദു കുളികളുണ്ട്, പിന്നെ ഒരു പേടിയില്ല. പാമ്പ് വന്നാലും സിംഹം വന്നാലും അവൾ എടുത്ത് അലക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നന്ദു ഒരു പ്രത്യേക ക്യാരക്ടർ ആണല്ലേ. ഞങ്ങള് 3 പെമ്മക്കളായതുകൊണ്ട് ഈശ്വരൻ കഴിഞ്ഞായിരിക്കും ഇതുപോലെ ഒരു ആൺകുട്ടിയെ കൊടുത്തതെന്ന് പറയുമ്പോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നന്ദു കൊണ്ടല്ലോ ബ്ലാക്ക് ബെൽറ്റ്, എത്ര പേരെ വേണേലും നിന്ന് നിപ്പിളവിൽ അടിച്ചിടും, അറിയാവോന്ന് ചോദിക്കാണ്. അത് മാത്രല്ല മാസം മാസം അവളെ ബ്ലഡ് ഡൊണേറ്റ്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്കൂളിലെയൊക്കെ റൗഡിയാ. പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങളുടെ അടിമയായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാ അവളുടെ പക്ഷം. എപ്പോഴും സ്ത്രീകള് സ്വന്തം കാലില് സ്വന്തമായിട്ട് നിൽക്കണം അവളുടെ തീരുമാനം. ഇപ്പൊ ജോലിക്കും പോകുന്നുണ്ട്, അവളുടെ കാര്യങ്ങൾ അവള് തന്നെയാ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും എന്തായാലും അവള് ഭയങ്കര ധൈര്യശാലിയാ. നിങ്ങൾ 3 പേരും ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാ. ആദർശ് പറയണം, നിന്റെ ചേച്ചിയാണെങ്കിലോ നമുക്ക് ക്യാഷ് മാത്രം മതി, ബന്ധങ്ങളുടെ വിലയോ സ്നേഹമോ ഒന്നും ഇല്ല. എല്ലാവരോടും തർക്കോത്തരവും തന്നിഷ്ടവും തോന്നിവാസിയ കാര്യം. എന്നാൽ രണ്ടാമത്തെ നീയോ കുടുംബം നോക്കുക, ഒരു അങ്ങനെ ഒരു പണ്ടത്തെ ഒരു കുലസ്ത്രീയുടെ ഒരു ടൈപ്പാ നീയും. നല്ല ഡിസൈൻ ചെയ്യും, അങ്ങനെ നല്ല കഴിവുള്ള ഒരാള്. എന്നാൽ നിന്റെ ഏറ്റവും ഇളയ അനിയത്തിയോ തനി ആണുങ്ങളുടെ സ്വഭാവമുള്ള നല്ല തന്റെ ഇടമുള്ള നല്ല ധൈര്യശാലിയായ പെണ്ണ് പറയുമ്പം ഞാൻ പറയണം, പിന്നെ അല്ലാതെ അവളെല്ലാരും അടിച്ചിടും. നന്ദനെ ഓർത്ത് ഞങ്ങൾക്കൊക്കെ നല്ല അഭിമാനമാ. പിന്നെ അത് മാത്രല്ല, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോടെ പോലും സിനിമയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ നന്ദു അവന്റെ ബോയ് ഫ്രണ്ട്സിനോടെ ഒക്കെ സിനിമയ്ക്ക് പോകും. ആരേലും എന്തിനും പറഞ്ഞ അവരെ പല്ലടിച്ച് വാരിടും അവള്. അതാ അവളുടെ പ്രകൃതം. അതുകൊണ്ട് എവിടെ പോയാലും അവൾക്ക് പേടിക്കണ്ട, ആരെയും അവളെ അടിച്ച് നിലത്തരും എന്നൊക്കെ പറയുന്നുണ്ട്. അവള് ബൈക്ക് ഓടിക്കും, കാർ ഓടിക്കും, ജീപ്പൊക്കെ ഓടിക്കും, നല്ല തന്റേടിയാ എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് അതുപോലെ തന്റെ ഉള്ളത് നല്ലത് തന്നെയാ. എന്നിട്ട് നയന പറയണം, നല്ല രസമായില്ലേ ഇങ്ങനെ നിലാവത്ത് നോക്കി നിൽക്കാന്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാൽ ഇതിന് നല്ല വ്യൂവാ. അങ്ങനെ ആദർശ് നയനയും കൂടി രാത്രിയില് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് ആ വ്യൂ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് നിലാവിനൊന്നും കാണുന്നില്ല. മഴ തോർന്ന സമയത്ത് ചെറുതായിട്ട് നിലാവിനെ കാണുമ്പം ആദർശ് പറയുന്നുണ്ട്, നിലാവിന് നല്ല ഭംഗിയല്ലേ. നയന് പറയാണ്, അന്ന് തന്നെ മഴ തിറക്കി വിട്ടപ്പോഴാ അവസാനമായിട്ട് മഴ നനഞ്ഞത്. പിന്നിതാ ഇന്ന് ഞാൻ മഴ കാണുമ്പോൾ തോറും എനിക്ക് ആ ഒരു രംഗം ഓർമ്മ വരുന്നേ. അപ്പൊ ആദർശ് പറയാണ്, ഇങ്ങനെ നല്ലൊരു സന്ദർഭത്തില് അങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് മൂട് കളയണ്ട എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നിലാവിനെ നോക്കി രണ്ടുപേരും ഇങ്ങനെ നിൽക്കാണ്. നല്ല തണുപ്പുണ്ട്, പോയി കിടക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആമെന്ന് പറയുന്നു. അങ്ങനെ നയനെ പോയിട്ട് തറയിൽ പോയി കിടക്കാൻ പോകുമ്പോ ആദർശ് പറയണ, ഇന്ന് നല്ല തണുപ്പുണ്ട്, താൻ കട്ടിലേ കയറി കിടന്നാൽ മതി. അപ്പോഴേക്കും നയനെ പറയണ, അത് വേണ്ട, ഞാൻ തറയിൽ കിടന്നോളാം. അപ്പൊ ആദർശ് പറഞ്ഞിട്ട്, വേണ്ടടോ, താൻ ഇവിടെ കയറി കിടക്കുക എന്ന് പറയുന്നു. അങ്ങനെ നിർബന്ധിച്ച് നയനയും ആ കട്ടിലയിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ജനല് അടയ്ക്കണ്ടെന്ന് പറയുമ്പോൾ നയനെ പറഞ്ഞ, എനിക്ക് പേടിയാ. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നു, അതെന്താണോ, താൻ അനിയത്തിയോട് കിടക്കുമ്പോൾ തനിക്ക് പേടിയില്ല, ഭർത്താവിനോട് കിടക്കുമ്പോഴാണോ പേടി? അപ്പം നയന അങ്ങനെയല്ല എന്ന് പറയുമ്പോ, പിന്നെ എങ്ങനെ, എന്താ ഞാനും ആരെയും അടിച്ചിട്ടില്ലെന്നാണോ തന്റെ തോന്നല്? അന്ന് റൗഡികൾ അടിച്ചിട്ട് കണ്ടതല്ലേ? അപ്പൊ നയന പറയണ, കണ്ടതാ, അതിപ്പോ ശരിയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന എന്നാൽ ജനൽ അടയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സമയത്ത് നയന ഇങ്ങനെ ആദർശിന്റെ കൈമാട്ടില് ആദർശിനെ കെട്ടിപ്പിടിച്ചായിരിക്കും കേട്ടോ കിടക്കുന്നത്. ആദർശും അങ്ങനെ തന്നെ നയനെ കൈമാട്ടിൽ കിടത്തിക്കൊണ്ട് കിടക്കായിരിക്കും. പക്ഷെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണല്ലോ. അങ്ങനെ ആദ്യം എഴുന്നേക്കുന്ന ആദർശാണ്. ആദർശിനെ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നയന തന്റെ നെഞ്ചത്ത് ഇങ്ങനെ തല ചായച്ച് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ആദർശിനെ വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് നയനെ ഉണർത്താതെ ആ ഒരു നയനയുടെ സ്പർശനമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കാണ്. ആ സമയത്താണ് നയന ഞെട്ടി നിൽക്കുന്നത്. നയന, അയ്യോ സോറി ആദർശേട്ടാ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ നന്ദനോട് കിടക്കാൻ നേരം അവളെ കെട്ടിപ്പിടിച്ചാ കിടക്കാറ്, ആ ഒരു ഓർമ്മയ്ക്കാന്ന് പറയുമ്പം അതൊന്നും സാരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന, ഒരുപാട് വൈകിപ്പോയി, ഇന്നലെ ഇത്ര താമസത്തിലേ കിടന്നിട്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നയന പെട്ടെന്ന് തന്നെ കുളിച്ച് താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കോഫിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശാണെങ്കിൽ അന്ന് കുളിക്കാൻ നയനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു കോഫി കുടിച്ചിട്ടാവാന്നും പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയും ആദർശും ശ്രദ്ധിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നയന നെഞ്ചത്ത് കിടന്ന സമയത്ത് നയനയുടെ കാതില് ഇയറിംഗ് ഉണ്ടല്ലോ, കമ്മല് അവന്റെ ആ ഒരു ഷർട്ടിന്റെ ബട്ടൺസിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേ എന്നും ആദർശ് കുളിച്ചിട്ടൊക്കെ ആയിട്ട് ഇറങ്ങി വരാറ്. നയന അല്ലെങ്കിൽ കോഫി കൊണ്ടു കൊടുക്കാറാ ചെയ്യാറ്. നയനൻ താമസിച്ചതുകൊണ്ട് തന്നെ താഴേക്ക് ആദർശ് ഇറങ്ങുന്ന കോഫി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും
ഈ ഒരു കാഴ്ച ആദ്യം കാണുന്ന ജാനകിയാണ്. അപ്പൊ ജാനകി ചിരിക്കുന്നുണ്ട്. എന്താ ചെറിയമ്മ ചിരിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് ട്ടോ. അപ്പൊ അനിയും മുത്തശ്ശനും മുത്തശ്ശിയും ജയനും എല്ലാവരും ആ ഒരു കാഴ്ച കാണട്ടോ. അതായത് നയനയുടെ വലത്തെ കാതിലെ കമ്മലും ഇല്ല, ആദർശിന്റെ ബട്ടൺസിൽ ആ ഒരു കമ്മല് ഞാന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇത് കണ്ട് ജലജ പറയണ, ഇപ്പൊ എങ്ങനെ ഏട്ടത്തി ഇപ്പൊ മനസ്സിലായില്ലേ, അവള് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ മാത്രമല്ലേ ഉള്ളൂ ഈ ഒരു ഇയറിങ് അവന്റെ ബട്ടൺസിൽ കൊടുങ്ങുള്ളൂ, ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടത്തി, എന്താ ഇപ്പം മറുപടി പറയാത്തെന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പൊ മനസ്സിലായാലേ ഏട്ടത്തി അവൻ ചേട്ടനെ ചതിക്കാന്നുള്ള കാര്യം. എന്താ സംഭവം എല്ലാവരും ചിരിക്കുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല എന്നിങ്ങനെ ജാനകി പറയാണ്. ചെറിയമ്മേ പറ എന്താ കാര്യം. അപ്പോഴേക്കും ആനി അടുത്തേക്ക് വന്നിട്ട്, ഏട്ടാ ഈ കമ്മലുണ്ടല്ലോ ഈ ബട്ടൺസിൽ ഇടാനുള്ളതല്ല കേട്ടോ, ഏട്ടത്തി ഇങ്ങി വന്നേന്ന് പറഞ്ഞിട്ട് ആനി നയനയുടെ കാതിൽ വെച്ച് കൊടുത്തിട്ട് ദാ ഇവിടെ ഇടാനുള്ളതാ എന്നും പറയാണ്. അപ്പോഴാണ് ആദർശ് നനയ്ക്കും പെട്ടെന്ന് രണ്ടുപേരും ചമ്മി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ആദർശ്, നയന കോഫി മേളിട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മേളിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാരും കിടന്ന് കുടുകൂടാ ചിരിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് മാത്രം അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശൻ പറയാണ്, എന്തായാലും എനിക്ക് സമാധാനമായി, ഇത്രയും കാലം ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല ജീവിച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്തായാലും ഇപ്പൊ അത് മാറിയല്ലോ, രണ്ടുപേരും ഒരുമിച്ചാണല്ലോ, അതോർത്ത് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകി പറയാണ്, അവൻ ഇത്രയും കാലം അവൻ ദേഷ്യമൊക്കെ വെറുതെ ആയിരുന്നു, ഇപ്പൊ അവന് ഭയങ്കര സ്നേഹ, ഞാൻ കണ്ടതാ, രണ്ടുപേരും നല്ല അടുപ്പത്തിലായിരുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കൈലുതുള്ളി ഇങ്ങനെ ദേവയാനി ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനയും പറയാണ്, അതെ ഇവരിപ്പൊ നല്ല പ്രണയ ജോഡികളാ. അങ്ങനെ നായന ആദർശിന് കോഫി കൊണ്ട് വേണ്ടിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ചമ്മി നാണങ്ങിട്ട് രണ്ടുപേരും മുറിയിൽ ഇങ്ങനെ നിൽക്കായിക്കോട്ടോ. നായന ഇങ്ങനെ കയറി ചെല്ലുമ്പോ ആദർശ് കുളിക്കാൻ കയറിയിട്ടില്ല. നായന എങ്കിലും താനും നോക്കിക്കൂടായിരുന്നു. നായന പറയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല ആദർശേട്ടാ, സമയം പോയതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോയതാ. അപ്പോഴേക്കും ആദർശ് നാണം കെട്ടുപോയി എല്ലാവരും മുമ്പിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കോഫി ഇന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് എങ്ങനെ ഇറങ്ങി പോകും, എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആദർശ് ഞാൻ ഇനി എങ്ങനെ പോകും എന്ന് ചോദിച്ച് രണ്ടുപേരും നിൽക്കാണ്. അങ്ങനെ ആദർശ് പോയിട്ട് കുളിക്കുന്നുണ്ട്. നയനെ പതിയെ ആരെയോടും മിണ്ടാതെ ഇങ്ങനെ ഇറങ്ങി അടുക്കളയിലേക്ക് പോയി നിൽക്കാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അനിയൊക്കെ ഓരോ പാട്ടൊക്കെ പാടി കളിയാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജാനകി പറഞ്ഞു, മിണ്ടാതെ കയറി പോടാ, അവൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവനെ വഴക്ക് പറഞ്ഞ് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ നയനെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമൊക്കെ റെഡിയാക്കാണ്. അപ്പോഴേക്കും ആദർശ് ഇറങ്ങി വന്നിട്ട് ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ നയന പതിവ് പോലെ അവന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശം അത് കഴിച്ചിട്ട് ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവന് പറയാണ്, ഇപ്പൊ എന്ത് പറയുന്നു, ദേവനോട് ജലജ പറയാണ്, ഇപ്പൊ എന്ത് പറയുന്ന ഏട്ടത്തി, ഇപ്പം സത്യാണെന്നെല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവന് പറയണ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഇനി ഞാൻ ചെയ്തോളാം എന്ന് ദേവന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ആ സമയത്ത് നവ്യ ആലോചിക്കുകയാണ്, ഈശ്വര എനിക്ക് കിട്ടുന്ന സ്നേഹമായിരുന്നു ഇതെല്ലാം, എല്ലാം നശിപ്പിച്ചു ഇവൻ ഒറ്റൊരുത്തൻ കാരണം. ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക, ഞാന് ഗർഭിണിയാണെന്ന് പറഞ്ഞ എല്ലാരും പറ്റിച്ച് നടക്കേണ്ട അവസ്ഥയാ. ഇപ്പൊ കണ്ടില്ലേ, അവള് നല്ല സുഖമായിട്ട് ജീവിക്കുക, ഞാൻ മാത്രം ഇങ്ങനെ എന്നും പറഞ്ഞ നവ്യം അങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി എപ്പിസോഡ്സ് റിവ്യൂസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഡെയിലി എപ്പിസോഡ് വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.